നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായ വലിയ വിജയം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് കനത്ത ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇനി കേരളത്തിലെ ഓരോ കാര്യങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതുൾപ്പെടെ എല്ലാം ഹൈക്കമാൻഡിന് വിട്ടുകൊടുക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഡൽഹിയിലെത്തിയ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യം ഹൈക്കമാൻഡുമായി പങ്കുവച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത് തന്നെ കേരളത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലെയും അവസാന വാക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡായിരിക്കും. സ്ഥാനാർത്ഥി നിർണയം മുതൽ സ്ഥാനാർത്ഥികൾക്ക് പണം കൊടുക്കുന്നതടക്കം, ഇലക്ഷന് വേണ്ടി ഇലക്ഷൻ്റെ ചെലവ്, തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ചെലവ് നൽകുന്നതടക്കം എല്ലാം AICC നേരിട്ട് നടത്തുമെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. എന്ന് വെച്ചാൽ കേരളത്തിൽ അടുത്ത തവണ UDF ഭരണം പിടിക്കണമെന്ന് ഉറപ്പിച്ചാണ് AICC നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലുള്ള കക്ഷവിഷയം ഇനി അവർ കേരളത്തിൽ അനുവദിക്കില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു ചർച്ചയും ഇവിടെ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം AICC ഇവിടെ നൽകിക്കഴിഞ്ഞു. എല്ലാ നേതാക്കൾക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അവനവനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലി കൃത്യമായി ചെയ്ത്, എത്ര വലിയ നേതാവായാലും അവനവനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലി കൃത്യമായി ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 4 മാസമേ ഉള്ളൂ. ഏതാണ്ട് ഏപ്രിൽ 2nd വീക്കോടുകൂടി, വിഷു കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി അധികം സമയമില്ല. സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ തന്നെ ഉടനെ ഉണ്ടാകും. എല്ലാത്തിനും AICCയുടെ കണ്ണുണ്ടാവും. ഇനി AICCയുടെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലും മാത്രമേ കേരളത്തിലെ കോൺഗ്രസ് ചലിക്കുകയുള്ളൂ. ശബരിമല വിഷയമടക്കം ഇനി AICC നേതൃത്വം വളരെ കൃത്യമായി അതെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും കൃത്യമായ നിർദ്ദേശങ്ങൾ ഇവിടുത്തെ നേതാക്കൾക്ക് നൽകുകയും ചെയ്യും. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും ഇനി കേരളത്തിലെ കോൺഗ്രസ്. അത് അനുസരിക്കാൻ പറ്റുന്നവർ മാത്രം ഇതിൽ ഉൾക്കൊണ്ടാൽ മതി. മറ്റൊരു കളികളും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ശശി തരൂർ ഈ പറഞ്ഞ പ്രചരണത്തിൽ നിന്നൊക്കെ മാറുന്നത്. കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞു, കൃത്യമായി എന്തു പറയുന്നു, ഞാൻ എന്തു പറയുന്നു അതുകൂടെ ചെയ്യുക, അതിനപ്പുറത്തേക്ക് ഒരുത്തരും ചിന്തിക്കരുത്, ചിന്തിച്ചാൽ കളി മാറും. ശശി തരൂരിന് അത് പറ്റാത്തതുകൊണ്ട് അദ്ദേഹം മാറി നിന്നു. പതിയെ അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം പോകുന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം രാഹുൽ ഗാന്ധി ഏറ്റെടുത്തതോടെ ഇവിടെയുള്ള നേതാക്കന്മാരുടെ ആ മൂപ്പളമ്യ തർക്കങ്ങൾക്ക് കുറേയൊക്കെ പരിഹാരമായി, ആശ്വാസമായി. ഇപ്പോൾ എല്ലാവരും അടുത്ത തവണ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് വിജയം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള ആലോചനയിലും പ്രവർത്തനത്തിലുമാണ്. പ്രത്യേകിച്ച് യുവാക്കളായ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ പരിഗണന നൽകുമെന്ന ഒരു സന്ദേശം ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡ് നൽകി കഴിഞ്ഞു. അത്തരത്തിലായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരിക എന്നാണ് ഇപ്പോൾ AICC നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സീനിയർ നേതാക്കളും യുവ നേതാക്കളും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു സംഗമമായിരിക്കും യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥി പട്ടിക. അതിൽ VM സുധീരനെ പോലെയുള്ള ആളുകൾ പോലും ഉണ്ടാകാമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെ ചെറുപ്പക്കാരായ KSU യൂത്ത് കോൺഗ്രസിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളും ഉണ്ടാകാം സ്ഥാനാർത്ഥി പട്ടികയിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും AICC ഡൽഹിയിലേക്ക് വിളിപ്പിച്ച ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു, ഇനി നേതാക്കൾ തമ്മിൽ ഒരു മൂപ്പളമ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ പാടില്ല. 2026 ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഭരണം പിടിക്കണം. അത് AICC കൃത്യമായി വാച്ച് ചെയ്യണം. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പിന്നെ കേരളത്തിൽ ഇന്ന് കാണുന്ന പാർട്ടി ആയിരിക്കില്ല പിന്നീട് ഉണ്ടാവുക എന്ന് രാഹുൽ ഗാന്ധി കർശന നിർദ്ദേശം കഴിഞ്ഞു. ഇനി രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശത്തിലും നിയന്ത്രണത്തിലുമായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട, പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ.